ഇപ്പോൾ ഗൂഗിൾ കെ വേണുഗോപാൽ കൂടി ചേരുന്നുണ്ട് മലപ്പുറത്ത്. എന്നാൽ ഗൂഗിൾ നമ്മൾ കണ്ടതാണ് ഒരു ചേട്ടൻ ഇത് എപ്പോൾ അടിക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ തവണ മോർണിംഗ് ഷോയിൽ കണ്ടപ്പോൾ. അപ്പോൾ ആ ചേട്ടനും വലിയ നിരാശയാണ്. എക്സ്ട്രാ ടൈമിലേക്ക് കളി പോയില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ഇതാ എക്സ്ട്രാ ടൈമും തീരാറായി എന്നുള്ള അവസ്ഥയാണ്. തീർച്ചയായും കളിയുടെ തുടക്കത്തിൽ നേടിയിട്ടുള്ള ആ ഒരു മേൽക്കൈ അർജന്റീനയ്ക്ക് നഷ്ടമാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡിന്റെ പ്രതിരോധം ആ രീതിയിൽ അർജന്റീനയെ പൂട്ടിക്കെട്ടുന്നു. ഒരുപാട് അക്രമങ്ങളൊക്കെ അഴിച്ചുവിടുന്നുണ്ടെങ്കിലും അത് ഗോൾ പോസ്റ്റിലേക്ക് എത്താത്തൊരു സാഹചര്യമാണുള്ളത്. നോക്കാം, ആദ്യ 10ാം മിനിറ്റ് നമ്മളൊരു ഗോൾ നേടി. ഇപ്പം എത്ര സമയമായി? നമ്മൾ അടിക്കുമോ? പെനാൽറ്റിയിലേക്കൊക്കെ പോകും. അറിയില്ല, ഒരു വിഷമമുണ്ടോ ഈ പെനാൽറ്റിയിലേക്കൊക്കെ എത്തുന്നതിന്? ജയിച്ചാ മതി അല്ലേ? മെസ്സി ഗോൾ അടിക്കണമെന്നുണ്ടോ? അങ്ങനെയുണ്ട്. ജയിക്കുന്നതാണ്, പെനാൽറ്റിയിൽ എത്തിയാലും ജയിക്കണം എന്നൊരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ ജയിക്കുമെന്ന ആത്മവിശ്വാസം അവർ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ മെസ്സി ഗോൾ അടിക്കണമെന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. നമുക്ക് മറ്റാളുകളിലേക്ക് പോകാം. എന്താ കളിയുടെ അവസ്ഥ? എന്താ ഈ രീതിയിൽ മതിയോ കളി? ഞങ്ങൾ ലാസ്റ്റ് ടൈം വരെ നിൽക്കണം. ഞങ്ങൾ അർജന്റീന ജയിക്കുമ്പോ എന്താണ് 2 ഗോളിന് തോൽക്കും അർജന്റീന. പെനാൽറ്റിയിലേക്ക് എത്തോ? പെനാൽറ്റിക്ക് ആദ്യമുള്ള ഒരു മേൽക്കൈ അവർക്ക് ഇപ്പൊ ഇല്ലാന്നാണ് അർജന്റീനക്ക്. ഇല്ല, അപ്പൊ തളർന്നു പോലെ വളരെ മോശമാണ്. ചേട്ടൻ ഏതാ ടീം? ഞാൻ ഫ്രാൻസ് കണ്ടറിയില്ല. ഫ്രാൻസ് അത് കാണിച്ചു കൊടുക്കട്ടോ. ഫ്രാൻസിന്റെ ആരാധകനാണ്. സ്വിറ്റ്സർലാൻഡിൽ എത്ര ടീമിന്റെ പ്രാർത്ഥനകളാണ്. ഫ്രാൻസ്, ജർമ്മനി, പോർച്ചുഗൽ, ബ്രസീൽ തുടങ്ങിയ നിരവധി ടീമുകളുടെ പ്രാർത്ഥന അല്ലേ? പ്രാർത്ഥന സ്വിറ്റ്സർലാൻഡിന്റെ ഒപ്പനാണ്. നമുക്ക് നല്ല ഫുട്ബോൾ വേണം, നല്ല കളിക്കണ ടീം ജയിക്കണം, അതാണ് ആഗ്രഹം. അല്ലാതെ കമ്മിറ്റി കൂടെ സപ്പോർട്ട് ചെയ്യുന്നിട്ട് ജയിക്കണം നമുക്ക് ആവശ്യമില്ല. അർജന്റീന കമ്മിറ്റി ടീം എന്നാണോ പറയുന്നത്? 100% കമ്മിറ്റി ടീമാണ് അവർ ഫിഫന്റീനാണ്, അർജന്റീന അല്ല, ഫിഫന്റീന. പിന്നെ ഈ സമയം വരെ ഇതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ സമയം വരെ 72ാം മിനിറ്റിൽ റെഡ് കാർഡ് കിട്ടിയിട്ട് ഈ സമയം വരെ സ്വിറ്റ്സർലാൻഡ് അവരായിട്ട് പിടിച്ചെന്നില്ല. 10 പേരുമായിട്ട് ഓൾറെഡി കളിച്ചുകൊണ്ടിരിക്കുന്നത് 10-15 സ്വിറ്റ്സർലാൻഡിന്റെ നല്ല കളി എന്നാണോ അല്ല അർജന്റീന കുറച്ച് താന്നു പോയെന്നാണോ? രണ്ട് ടീമും കളിക്കുന്നുണ്ട്. ആരും മോശമായിട്ട് വല്ല കളി, നമുക്ക് നല്ല ഫുട്ബോളാണല്ലോ വേണ്ടത്. 2 ടീം നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ ഒരു ടീം മാത്രം കമ്മിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ്. ഇപ്പം ഒന്നും കണ്ടില്ല, റെഡ് കാർഡും ഒക്കെ ഓൾറെഡി കൊടുത്തു. ഇപ്പോൾ കളിക്കുന്നത് 15-10 കളിക്കുന്നത്. അപ്പോൾ സ്കോർ എന്തായാലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നല്ല ഫുട്ബോൾ കാഴ്ചവെക്കുന്നുണ്ട്. ചിലപ്പോൾ ടൈം ബ്രേക്കിലേക്ക് നീങ്ങിക്കാം, എന്നാലും സ്കോർ ഇപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനെ തന്നെ ആയിരിക്കുമോ കളി? ഇതിപ്പോൾ ലാസ്റ്റ് ടൈമിൽ വരെ ഗോൾ അടിച്ചിട്ടില്ലാണ്ടെങ്കിൽ അവസാനത്തെ 5 മിനിറ്റിൽ അർജന്റീനയ്ക്ക് ഒരു മെസ്സേജ് വന്നിരിക്കണം ഫിഫന്റെ ഇതിന്. എന്താ വെച്ചാൽ പെനാൽറ്റി ബോക്സിക്ക് വീഴ, ബാക്കി ലെഫ്റ്റ് നോക്കിക്കോളുന്നില്ലൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് അവർക്ക്. അങ്ങനെ ചിലപ്പോൾ ജയിക്കാൻ ചിലപ്പോൾ സാധ്യത, അത്രേ ഉള്ളൂ. അതായത് ഫുട്ബോൾ രസകരമായ ഇതിന്റെ മുമ്പ് 2-3 ഫൗളുകൾ വെച്ചു. ഫസ്റ്റ് ഹാഫിൽ തന്നെ മെസ്സി ഒന്നും വെച്ചിട്ട് അതൊന്നും അമ്പയർ വിളിച്ചിട്ടില്ല. ഓൾറെഡി 2 ഫൗളിൽ തന്നെ നല്ല ഫൗളാണ്, അതിന് യെല്ലോ കാർഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു ചായ്വ് കൂടുതൽ അർജന്റീനക്കാണ്. അർജന്റീനൻ ആരാധകർക്ക് മാത്രമല്ല മറ്റു ടീമിന്റെ ആരാധകർക്കും നിരാശയുണ്ട് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് വീണ്ടും ഇവിടെ ചർച്ചയാവുന്നത്. കുറച്ച് അർജന്റീന ആരാധകരോട് ചേട്ടാ എന്താ അവസ്ഥ? ഞങ്ങൾ എന്തായാലും കളി ജയിക്കും, ഒരു ഭയമില്ല, പേടിയില്ല, എന്തായാലും തിരിച്ചടിക്കും. ആത്മവിശ്വാസം ഉണ്ട്, എന്തായാലും തിരിച്ചടിക്കും. പകുതി എക്സ്ട്രാ ടൈമിലേക്കൊക്കെ വന്ന സമയത്ത് കുറച്ച് പിന്നാക്കം പോയോ? ഇല്ല, അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. കളി കുറച്ച് സ്ലോ ആണ്, അത്രേ ഉള്ളൂ. എന്തായാലും തിരിച്ചടിക്കും. ആത്മവിശ്വാസം, കട്ടവിശ്വാസം. അങ്ങനെ തന്നെയാണോ? ശ്രദ്ധിച്ചോളി, ഞാൻ കാണിച്ചു തരാം. ഗോൾ അടിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു വരവ് വരുന്നത്. അതൊരു പേഴ്സണലാണ്. എന്തായാലും അർജന്റീന ആരാധകർക്ക് ആത്മവിശ്വാസം കൈവിട്ടിട്ടില്ല. ഇനി 8-9 മിനിറ്റുകൾ മാത്രം അവശേഷിക്കുമ്പോഴായാലും പെനാൽറ്റിയിലേക്ക് കടന്നു കഴിഞ്ഞാലും അർജന്റീന വിജയിക്കും, സെമിയിലേക്ക് പ്രവേശിക്കുമെന്ന ആത്മവിശ്വാസം അർജന്റീന ആരാധകർ പങ്കുവെക്കുന്നു. സ്വിറ്റ്സർലാൻഡിന്റെ അല്ലെങ്കിലും മറ്റു ടീമിന്റെ ആരാധകർ അർജന്റീന പുറത്തു പോകുമെന്ന അത്തരം ഒരു ആഗ്രഹവുമായിട്ടാണ് അവരിവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത്. മഞ്ചേരി തുറക്കലാണ് നമ്മളുള്ളത്. നിരവധി കാണികളാണ് ഈ കളി കാണാൻ വേണ്ടി, പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച ആയതിനാൽ തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുമുണ്ട്. എന്തായാലും അത്യന്തം ആവേശകരമായിട്ടുള്ള ഒരു അവസാനത്തിലേക്കാണ് അർജന്റീന സ്വിറ്റ്സർലാൻഡ് മത്സരം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കാണികളൊക്കെ വളരെ ആവേശത്തിലുമാണെങ്കിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.